ഈശോ മിശിഹായിൽ പ്രിയ സ്നേഹിതരെ, ഒരിക്കല് ഒരു വീട്ടില് അല്പം ബുദ്ധി കുറവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ പരിചരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ അനിയനും അനിയന്റെ ഭാര്യയുമായിരുന്നു. നമുക്കറിയാം, ബുദ്ധി കുറവുള്ള മനുഷ്യരെ കെയർ ചെയ്യുക, പരിചരിക്കുക കുറെ കൂടി ത്യാഗം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഒരിക്കലും അവരുടെ സ്വഭാവമോ അവരുടെ മൂഡോ ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കില്ല. ഒരു ദിവസം ഈ മനുഷ്യൻ അനുജത്തിയോട് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം ആവശ്യപ്പെടുകയാണ്. ഇവള് ഇയാൾക്കു വേണ്ടി ഭക്ഷണം വിളമ്പുന്നു. പല ആവർത്തി വീണ്ടും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാള് ചോറ് ചോദിക്കുകയാണ്. അനുജത്തിക്ക് ദേഷ്യം വന്നു. അവൾ പറഞ്ഞു, ഇനി ചോറില്ല. ഏറ്റവും ഒടുവില് നിർബന്ധത്തിന് വഴങ്ങി കലത്തിലുണ്ടായിരുന്ന മുഴുവൻ ചോറും ഈ ചേട്ടന് വേണ്ടി ഇവൾ വിളമ്പുകയാണ്. ഏറ്റവും ഒടുവില് ചോറ് തീർന്നിട്ടും ജ്യേഷ്ഠൻ വീണ്ടും ഭക്ഷണത്തിന് വേണ്ടി നിർബന്ധം പിടിക്കുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ അനുജൻ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം നോക്കിയപ്പോൾ ശരിയാണ്, കലത്തിൽ ബാക്കി ചോറൊന്നുമില്ല. അപ്പോഴാണ് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കലത്തിന്റെ വക്കില് ഒരു ചോറ് ബാക്കിയിരിക്കുന്നു. ആ ചോറെടുത്തിട്ട് ഈ അനുജൻ തന്റെ ജ്യേഷ്ഠനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിന്റെ വായിലേക്ക് ഈ ചോറ് വെച്ചു കൊടുക്കുകയാണ്. നിറപുഞ്ചിരിയോടെ ഈ ജ്യേഷ്ഠൻ അനുജനിൽ നിന്ന് ചോറ് സ്വീകരിക്കുന്നു. എന്നിട്ട് പുഞ്ചിരിയോടെ സന്തോഷത്തോടെ നിറഞ്ഞവനായിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. പ്രിയമുള്ളവരെ, അയാളുടെ വിശപ്പ് അടക്കിയത് യഥാർത്ഥത്തിൽ ചോറായിരുന്നില്ല, മറിച്ച് സ്നേഹമാണ് അദ്ദേഹത്തിന്റെ വയറും അദ്ദേഹത്തിന്റെ ഹൃദയവും നിറച്ചത്. ഇന്ന് എല്ലാം ഉണ്ടായിട്ടും ലോകത്തിൽ എന്തിനോ വേണ്ടി വിശക്കുന്ന, ദാഹിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യരെ, ചിലപ്പോൾ അത് നമ്മളാകാം, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഇതുപോലെയുള്ള ഒത്തിരിയേറെ മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടുന്നു. നമ്മള് നോമ്പ് കാലഘട്ടത്തിന്റെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് യാക്കോബിന്റെ കിണറിന് അരികിലേക്കാണ്. അവിടെ ഇതുപോലെ എല്ലാം ഉണ്ടായിട്ടും പക്ഷേ എന്തിനോ വേണ്ടി ദാഹിക്കുന്ന ഒരു സമരിയക്കാരി സ്ത്രീയെയും അവൾക്കു വേണ്ടി കാത്തിരിക്കുന്ന യേശുവിനെയും നമ്മൾ ഇന്ന് സുവിശേഷത്തില് കണ്ടുമുട്ടുകയാണ്. സുവിശേഷം പറയുന്നു, അവൾ കുടവുമായിട്ട് 6-ാം മണിക്കൂറില് യാക്കോബിന്റെ കിണറിനരികിലേക്ക് വെള്ളം കോരാൻ വരികയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, അവിടേക്ക് വരുന്ന സമരിയാക്കാരി സ്ത്രീ എല്ലാം ഉണ്ടായിട്ടും എന്തിനോ വേണ്ടി ദാഹിക്കുന്ന സമരിയാക്കാരി സ്ത്രീയാണെന്ന്. അതേ പ്രിയമുള്ളവരെ, ശരിയാണ്. നമ്മള് സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇവൾ അവളുടെ ശരീരത്തിന്റെ ദാഹം തീർക്കുവാൻ വെള്ളം കോരുവാനായിട്ടാണ് വരുന്നതെങ്കിലും സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ ശരീരത്തിന്റെ വിശപ്പിനേക്കാൾ എന്തിനോ വേണ്ടി അവളുടെ ഹൃദയം ദാഹിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുവിശേഷം പറയുന്നു, അവൾ വെള്ളം കോരാൻ വന്നത് 6-ാം മണിക്കൂറിലാണ്. ഈശോയുടെ കാലത്ത് സമയം കൗണ്ട് ചെയ്തിരുന്നത് രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം 6 മണി മുതലാണ്. അപ്പോ 7 മണിയാണ് 1-ാം മണിക്കൂർ. അങ്ങനെയെങ്കിൽ 6-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് 12 മണി സമയമാണ്, നട്ടുച്ച നേരമാണ്. ഒരിക്കലും വെള്ളം കോരാനായിട്ട് ഒരുപക്ഷെ ആ സമയത്ത് പോകുന്നത് പതിവുള്ള ഒരു കാഴ്ചയല്ല. നമ്മുടെ വീടുകളിൽ നമുക്കറിയാം, നമ്മുടെ അമ്മമാരാകട്ടെ പെങ്ങന്മാരാകട്ടെ ഒരുപക്ഷെ പൈപ്പ് ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോലും വെള്ളമോ അല്ലെങ്കിൽ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അടുപ്പിക്കുന്നത് ഒന്നുകിൽ രാവിലെ ആയിരിക്കാം. ചിലരൊക്കെയാണെങ്കിൽ തലേ ദിവസം തന്നെ കിടക്കുന്നതിന് മുൻപ് ഇതെല്ലാം അടുപ്പിച്ചു വെക്കും. അപ്പോ വെള്ളമൊക്കെ കോരാനായിട്ടുള്ള സാധ്യത ഒന്നെങ്കിൽ തലേ ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ അന്ന് രാവിലെയാണ്.
ഇവൾ ഈ നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ വരുന്നു എന്നത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവൾ ആരെയൊക്കെയോ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ആരൊക്കെയോ തന്നെ കാണരുത് എന്ന് ഇവള് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അതിനെ കുറെ കൂടി തെളിയിക്കുന്ന കാര്യമാണ് നമുക്കറിയാം ഈശോയുമായിട്ടുള്ള സംഭാഷണം. ആ സംഭാഷണത്തിനിടയ്ക്ക് ഈശോ ഈ സമരിയാക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, എനിക്ക് ഭർത്താവില്ല. ഈശോ പറഞ്ഞു, ശരിയാണ്, നിനക്ക് ഭർത്താവില്ല. 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളതാകട്ടെ നിന്റെ ഭർത്താവല്ല. 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല എന്ന് പറയുമ്പോ ഒരുപക്ഷെ 5 പേരും മരിച്ചു പോവുക എന്നുള്ളത് ഒരുപക്ഷെ നടക്കുന്ന കാര്യമായിരിക്കില്ല. ഒരുപക്ഷെ ബ്രേക്കപ്പ് ആയി കാണാം, ഇല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയി കാണാം. ഇനി ഇപ്പോഴുള്ളതാകട്ടെ ഭർത്താവല്ല, ഒരുപക്ഷെ ലിവിംഗ് ടുഗദറോ അല്ലെങ്കിൽ പാർട്ട്ണറോ ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ, ഒരുപക്ഷെ ഈ കാലഘട്ടം പോലും അങ്ങനെയുള്ള വ്യക്തികളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാത്ത ഒരു കാലഘട്ടത്തില്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈശോയുടെ കാലഘട്ടത്തില് ആ മനുഷ്യര് എങ്ങനെ കാണും? ഉറപ്പായിട്ടും അവൾക്ക് ഒരു മോശക്കാരിയുടെ ലേബല് തീർച്ചയായിട്ടും ജനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ സാന്നിധ്യം, അവരുടെ മുൻപിൽപ്പെടാതെ ഇവള് നട്ടുച്ചയ്ക്ക് വരുന്നു എന്നുള്ള കാര്യം സുവിശേഷത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവളിലുള്ളത് കേവലം ശരീരത്തിന്റെ വിശപ്പല്ല. ഈശോ അവളുടെ ഹൃദയം കാണുകയാണ്. കാരണം സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന, ഇത്രയും നാള് ഒത്തിരി പേർ അവളെ സമീപിച്ചിട്ടുണ്ടാകാം. ഈശോ പറയുന്നു, ഭർത്താവായിട്ട് വന്നവർ തന്നെ 5 പേര്, ഇപ്പോൾ ഒരാൾ കൂടെയുണ്ട്. ഒരുപക്ഷെ ഇവരെല്ലാം അവളെ സമീപിച്ചത് ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയായിരിക്കാം. അങ്ങനെയെങ്കിൽ അവളുടെ ഹൃദയം യഥാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ട്. യഥാർത്ഥമായിട്ടുള്ള സൗഹൃദത്തിന് വേണ്ടി അവളുടെ ഹൃദയം ദാഹിക്കുന്നുണ്ട്. എല്ലാവരും അവളെ ഒന്ന് സ്വീകരിക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടി അവളുടെ ഹൃദയം ദാഹിക്കുന്നുണ്ട്. എല്ലാവരും അവരെ വെൽക്കം ചെയ്യുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാലത്തിന് വേണ്ടി അവളുടെ ഹൃദയം ദാഹിക്കുന്നുണ്ട്. അവിടെയാണ് ഈശോ സ്നേഹത്തിന്റെ സാന്നിധ്യമായി, രക്ഷകനായി അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ബാക്കിയുള്ളവരെല്ലാം അവളെ ശരീരം നോക്കി സമീപിച്ചപ്പോൾ ഈശോ മിശിഹ അവളുടെ ഹൃദയം കണ്ട്, അവളുടെ ഹൃദയത്തിന്റെ ദാഹം കണ്ട് സ്നേഹത്തിന്റെ സ്പർശവുമായി അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം എന്ന് പറയുന്നത് ഈ സമരിയാക്കാരി സ്ത്രീയുടെ ഒരു ടെസ്റ്റ് മണിയാണ്. ഹർ എൻകൗണ്ടർ വിത്ത് ജീസസ്. അവൾ തന്റെ ഹൃദയം കൊണ്ട്, തന്റെ ഹൃദയത്തെ കണ്ട് ഹൃദയത്തിലേക്ക് സ്നേഹം നിറച്ച് അവളുടെ ഹൃദയത്തിന്റെ ദാഹം മാറ്റിയ യേശുവിനെ കണ്ടുമുട്ടുന്ന അവളുടെ ടെസ്റ്റ് മണിയാണ് നമ്മൾ ഇന്ന് സുവിശേഷത്തില് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഇതുവരെയും അവൾ ഒത്തിരിയേറെ മനുഷ്യരെ കണ്ടിരുന്നു. ജീവിതത്തിൽ എല്ലാ സുഖങ്ങളിലൂടെയും കടന്നു പോകുന്നു. പക്ഷേ എന്നിട്ടും യഥാർത്ഥമായിട്ടുള്ള സ്നേഹത്തിനു വേണ്ടി ദാഹിച്ച അവളെ ഈശോ ഈ സുവിശേഷത്തില് കണ്ടുമുട്ടുകയാണ്. അവൾക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനല്ല. ആ സംഭാഷണം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം, അവൾ കേവലം ഒരു യഹൂദരില് ഒരാളായിട്ടാണ് ഈശോയെ കാണുന്നതും അഭിസംബോധന ചെയ്യുന്നതും. പിന്നീട് അവളുടെ ജീവിതത്തെക്കുറിച്ച്, അവളുടെ പഴയകാല ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവൾ ഈശോയെ വിളിക്കുന്നു പ്രഭോ. അവൾ ഈശോയെ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നു. സ്റ്റാർട്ടിംഗ് ദി എൻകൗണ്ടർ. എന്നിട്ട് പിന്നീട് അവൾ പട്ടണത്തിലുണ്ടായിരുന്ന മനുഷ്യരോട് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുക, അവനായിരിക്കുമോ മിശിഹ. പ്രിയമുള്ളവരെ, തന്നെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്ന മിശിഹയായിട്ട് അവൾ അവസാനം ഈശോയെ അംഗീകരിക്കുകയാണ്. നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിയാം. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ എല്ലാം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും
എന്തെങ്കിലും വേണ്ടി നമ്മുടെ ജീവിതം ഇന്നും ദാഹിക്കുന്നുണ്ടോ? ഞാൻ ആക്ച്വലി ഇന്ന് ഈ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആലോചിച്ചപ്പോഴും മനസ്സിലൊരു ആശങ്കയുണ്ടായിരുന്നു. ഇതാണോ യഥാർത്ഥമായിട്ടുള്ള തീം? ഞാനിപ്പോൾ കണ്ടാൽ മനസ്സിലാകും, ഞാൻ മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് രാവിലെ മുടിവെട്ടാൻ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ കുറച്ചു കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, തിരക്കായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എന്നെ മുടിവെട്ടാൻ പോകുമ്പോഴും എന്റെ മനസ്സിലെ ചിന്ത ഇതായിരുന്നു, എന്താണ് സംസാരിക്കേണ്ടത്? യഥാർത്ഥമായിട്ടുള്ള തീം ഇതാണോ? എന്തിനോ വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം നമ്മളിലുണ്ടോ എന്നുള്ളത്. ഞാനിന്ന് മുടിവെട്ടാൻ വേണ്ടി അവിടെ ചെന്ന് സീറ്റിലേക്ക് ഇരുന്ന സമയത്ത് എന്റെ മുടിവെട്ടുന്ന ടോം ഉടനടി അവനിങ്ങനെ കത്രിക എന്റെ തലയിൽ വെക്കുന്ന സമയത്ത് തന്നെ എന്നോട് ചോദിച്ചു, ജോർജ്, നിനക്ക് ജീവിതത്തില് മൂഡ് ചേഞ്ചിങ്സ് ഉണ്ടാകാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നു എന്ന് തോന്നുന്ന അവസ്ഥകള് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ? സ്പെഷ്യലി ഈ വിന്റർ സീസണിലൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ? ഞാൻ അവനുമായിട്ട് പയ്യെ സംസാരം ആരംഭിച്ചു. പ്രിയമുള്ളവരെ, അവൻ പറയുകയായിരുന്നു, ജീവിതത്തില് എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ് ചെയ്യുന്നു. ജീവിതത്തില് ഒരു മീനിങ്, ഒരു അർത്ഥമുണ്ടോ എന്ന് പോലും പലപ്പോഴും ചിന്തിക്കുന്നു. ഇത് കേട്ടപ്പോ എനിക്ക് ആശങ്ക കൂടി. കാരണം അയർലൻഡില് ഒത്തിരിയേറെ പേർക്ക് ഡിപ്രഷനൊക്കെ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് വിന്റർ സീസണൊക്കെ ആകുമ്പോൾ അധികം പുറത്തിറങ്ങാതെ ഈ ഒരു കാലാവസ്ഥ, തണുത്ത കാലാവസ്ഥ, പ്രകൃതി തന്നെ പലപ്പോഴും നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കാറുണ്ട്. പലർക്കും ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട്. ഇവിടെ സൂയിസൈഡ് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ കൂടുതലാണ്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു അച്ഛനാണ്, അതുകൊണ്ട് തന്നെ ഒരു സ്പിരിച്വൽ ലെവലിലായിരിക്കും എന്റെ സംസാരം. ചിലപ്പോഴൊക്കെ എനിക്കും ജീവിതത്തിൽ തോന്നാറുണ്ട്, ചില മൂഡ് ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്, ഒരു ശൂന്യതയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ കുറച്ച് നിശബ്ദതയില്, സൈലൻസില് 1-2 ദിവസമൊക്കെ ദൈവത്തിന്റെ സന്നിധിയില് പ്രാർത്ഥനയിൽ ചിലവഴിക്കുമ്പോൾ അവിടെ ഒരു ഫില്ലിംഗ്, കർത്താവിന്റെ സ്നേഹവും കൃപയും സമാധാനവും ഒക്കെ നിറയുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ സംസാരിച്ച് ഞാൻ അവനോട് വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതകഥയൊക്കെ വിവരിച്ചു കൊടുത്തു. ഏറ്റവും ഒടുവില് പിരിയുമ്പോൾ അവൻ പറഞ്ഞു, ശരിയാണ്, ഞാനും കുറച്ചു ദിവസം ഒന്ന് മാറി നിശബ്ദതയിൽ ചിലവഴിക്കാം. ഒന്നുകൂടി അവൻ അഗസ്റ്റിന്റെ കൺഫെഷൻ എന്ന ബുക്കിനെ കുറിച്ച് ചോദിച്ചു. അത് വായിക്കാം എന്ന് സമ്മതിച്ചു. പക്ഷേ ഇപ്പോഴും എന്റെ മനസ്സിലെ ഒരു ആശങ്ക ഇതാണ്. കണ്ടുമുട്ടുമ്പോൾ അധിക നാളായില്ല ഞാൻ അവരെ പരിചയപ്പെട്ടിട്ട്. ഒത്തിരിയേറെ സംസാരിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ട്. അവനൊരു ഗേൾഫ്രണ്ട് ഉണ്ട്, ഗേൾഫ്രണ്ടുമായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. സ്പെയിൻകാരിയാണ്, അവൾ ഐറിഷ് അല്ല. അവളെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ അവന് പറയാറുള്ളൂ. അവളുടെ ഫാമിലിയെ കുറിച്ച്, അവളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് എല്ലാം അവൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അവനൊരു ഹാപ്പി ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷെ ഇന്ന് അവൻ പറയുന്നു, ജീവിതത്തില് ചിലപ്പോഴെങ്കിലുമൊക്കെ അർത്ഥമില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങൾ. പ്രിയമുള്ളവരെ, ഇപ്പോഴും എനിക്ക് ആശങ്കയുണ്ട്, പേടിയുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, കർത്താവ് സ്പർശിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തില് നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ടും നിറയുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു നോമ്പ് കാലഘട്ടത്തില് നമ്മളും പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു എൻകൗണ്ടർ, ഈശോയുമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു അനുഭവം. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, നമ്മളെപ്പോഴും കണ്ടുമുട്ടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാനയിൽ പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, ധ്യാനം കൂടുന്നുണ്ട്, ആനുവൽ ധ്യാനം കൂടുന്നുണ്ട്. പക്ഷേ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്താൽ അവിടെ ഈ ഒരു എൻകൗണ്ടർ, ഈ ഒരു കർത്താവിനെ കണ്ടുമുട്ടണമെന്ന് നിർബന്ധമില്ല. എല്ലാമൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ കടന്നു പോകും. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നാറുണ്ടോ, എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മിസ് ചെയ്യപ്പെടുന്നു, എന്തൊക്കെയോ നഷ്ടമുള്ളതുപോലെ. അങ്ങനെ എല്ലാം കൂട്ടിവച്ചിട്ടും ഒന്നും അങ്ങ് ശരിയാകുന്നില്ല. ചിലപ്പോൾ ഇത് സങ്കടത്തിന്റെ രൂപത്തിലായിരിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ചിലപ്പോൾ ചില നിരാശയായിരിക്കാം, ചിലപ്പോൾ ചില മടിയായിരിക്കാം, നിസ്സംഗതാബോധമായിരിക്കാം, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല, ദൈവം എന്നെ കാണുന്നില്ല,
കെയർ ചെയ്യുന്നില്ല. ചിലപ്പോൾ ചില തകർച്ചകളായിരിക്കാം, ചില പാപാവസ്ഥകളായിരിക്കാം. അതൊക്കെ നമ്മളെ ഒത്തിരിയേറെ നമ്മുടെ കൂട്ടായ്മകളിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മളെ മാറ്റിയേക്കാം. ഒരുപക്ഷെ നമ്മുടെ പാപ സാഹചര്യങ്ങള്, നമ്മുടെ ജീവിത രീതികൾ, ഒരുപക്ഷെ നമ്മുടെ കുടുംബം പോലും, അത് നമ്മുടെ സമൂഹം ഈ സമരിയാക്കാരി സ്ത്രീയെ പോലെ നമ്മളെ മാറ്റി നിർത്തുന്ന അവസ്ഥ ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പ്രിയമുള്ളവരെ, അവിടെ കർത്താവിനെ കണ്ടുമുട്ടാൻ, കർത്താവിന്റെ സ്നേഹത്തിന്റെ സ്പർശം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ഫുള്ളായിട്ട് നമുക്ക് ഹൃദയത്തിൽ നിറവുണ്ടാകുകയുള്ളൂ, സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആകയാൽ പ്രിയമുള്ളവരെ, നമുക്കും ഈശോയുടെ പക്കലേക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ പോകാം. സുവിശേഷത്തില് ഈ സ്ത്രീക്ക് വേണ്ടി ഞാൻ വിചാരിക്കും കർത്താവായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു അവസരമാണ് ഈശോ. അവൾക്ക് വേണ്ടി മാത്രം ഈശോ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്ന അവസരത്തില് അവൾക്ക് വേണ്ടി ആ കിണറ്റിൻകരയില് കാത്തിരിക്കുകയാണ്. ശിഷ്യന്മാര് ഭക്ഷണം വാങ്ങിക്കാൻ പോയി, അവരുടെ കൂടെ പോകാതെ ഈശോ അവൾക്ക് വേണ്ടി ഡെലിബറേറ്റ്ലി ഈശോ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, സമരിയാക്കാരും യഹൂദരും തമ്മില് സമ്പർക്കമില്ല, എന്നിട്ട് പോലും ഈശോ കാത്തിരിക്കുന്നു. അവൾ ഒരു പാപിയാണെന്ന് ഈശോയ്ക്കറിയാം, എന്നിട്ടും ഈശോ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് വേണ്ടി ഈശോ കാത്തിരിപ്പുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന മുറിയാകാം ഈ ഒരു കിണറ്റിൻ കരയുടെ അവസരം, ആ ഒരു അനുഭവം നമുക്ക് നൽകുന്നത്. ഒരുപക്ഷെ നമുക്ക് ബൈബിൾ ആയിരിക്കാം, കർത്താവിന്റെ വചനമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ഇടവക ദേവാലയമായിരിക്കാം, ഒരുപക്ഷെ കുമ്പസാര കൂടായിരിക്കാം. ചിലപ്പോ അച്ഛന്മാരിലൂടെയോ കന്യാസ്ത്രീകളിലൂടെയോ നല്ല മനുഷ്യരിലൂടെയാകാം ഈശോ നമ്മളിലേക്ക് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തില് ഈശോയുടെ അടുക്കലേക്ക് പോകാം. കുറെ കൂടി നിശബ്ദതയില് നമുക്ക് പ്രാർത്ഥനയിൽ ഈശോയെ കണ്ടുമുട്ടാം. ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിന്റെ വചനം ശാന്തമായിട്ട് സാധ്യമെങ്കില് കൂടുതൽ വചനം വായിക്കാനും വചനം ധ്യാനിക്കാനും പഠിക്കാനും നമുക്ക് ശ്രമിക്കാം. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ വലിയ സ്നേഹം നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. അവിടെ എല്ലാം ഉണ്ടായിട്ടും എന്തൊക്കെയോ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അവൻ നമ്മുടെ ഹൃദയത്തെ കാണട്ടെ, സ്പർശിക്കട്ടെ. അവന്റെ വചനം നമ്മളെ നിറവുള്ളവരാക്കും. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നൽകുന്ന ജലം സ്വീകരിച്ചാൽ അത് ഒരുവരില് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിട്ട് അത് മാറും. നമുക്കും കർത്താവിനെ സ്വീകരിക്കാം, അവന്റെ വചനം സ്വീകരിക്കാം. അങ്ങനെ ഈശോയെ യഥാർത്ഥമായിട്ട് സാധാരണ കുർബാനയിലോ പ്രാർത്ഥനയിലുള്ള സാധാരണ അനുഭവമല്ല, മറിച്ച് ആഴത്തിൽ ഈശോയെ കണ്ടുമുട്ടുന്ന, ഹൃദയത്തിൽ അവനെ അനുഭവിക്കുന്ന ആ ഒരു കൃപയ്ക്ക് വേണ്ടി, അനുഭവത്തിന് വേണ്ടി ഈ നോമ്പ് കാലഘട്ടത്തില്, പ്രത്യേകിച്ച് ഈ 3-ാമത്തെ ആഴ്ചയില് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.